ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് വീഡിയോ കാണണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ സച്ചിനെ രേവതിനെ തന്നെയാണ് തുടങ്ങുമ്പോൾ കാണിക്കുന്നത്. സുധിയും അതുപോലെ ശ്രീകാന്തും ഓഫായി പോയി. ഇനി സച്ചി മാത്രമേ ഉള്ളൂ ഓഫ് ആകാനായിട്ട്. അപ്പൊ സച്ചി ആണെങ്കിൽ രേവതിയോട് പറയാം, എനിക്ക് കുറച്ച് വെള്ളം വേണം, എടുത്തുകൊണ്ട് തരാൻ വേണ്ടി പറയാണ്. ഓ, പിന്നെ വയറ് നിറച്ച് വെള്ളം കിടപ്പുണ്ടല്ലോ, പിന്നെ എന്തിനാ വെള്ളം എന്ന് നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ല, സച്ചി അല്ല, രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് 100 കൂട്ടം കാര്യങ്ങളാണ് രേവതിയോട് പറയാനുള്ളത്. കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയല്ല, രേവതിയുടെ തല തിന്നുന്ന കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കള്ളു കുടിച്ചിട്ട് വയറ്റിനകത്ത് വെള്ളം കിടക്കുമ്പം എന്ത് വേണേലും പറയാലോ. അപ്പൊ അങ്ങനെ നമ്മുടെ സച്ചി ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. മാത്രമല്ല, ഒരു കാര്യം ചെയ്യാം, നീ കിടക്കാൻ പോണ്ട, നീ ഇവിടെ ഇരിക്കും, നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് പറ്റത്തില്ല ഉറക്കം ഉളയ്ക്കാനൊന്നും, എനിക്ക് പോയി കിടന്ന് ഉറങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴേക്കും നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഉദ്ദേശം, അകത്തേക്ക് വരാനാണോ ഉദ്ദേശം? ഓ, അകത്തേക്ക് വരാനോ? ഇല്ലില്ല, ഞാനൊരു ജെന്റിൽമാനാ. അച്ഛൻ പറയാതെ ഈ സച്ചി ഇനി അകത്തേക്ക് കേറില്ല രേവതി. അതല്ല നിന്നോട് ഇവിടെ കിടക്കാൻ പറഞ്ഞത്. ബാ രേവതി, രേവതി, ദാ നമുക്കിവിടെ കിടക്കാൻ രേവതി. രേവതി, നീ വാതിലിന്റെ അപ്പുറത്തേക്ക് പോകണ്ട, ഇപ്പുറത്ത് നിന്നാ മതി. എന്റെ പൊന്നു സച്ചേട്ട ഒന്ന് വിടുന്നുണ്ടോ എന്നെ? ഓ, എനിക്ക് പോയി കിടക്കണം. വേണ്ട വേണ്ട മോളെ, നീ ഇവിടെ കിടക്ക്, അല്ല ഇരിക്ക്. ഞാൻ അനുസരണയുള്ള മോന, ഞാൻ വാതിലിന്റെ അപ്പുറത്തേക്ക് വരത്തില്ല, പക്ഷെ നീ വാതിലിന്റെ അപ്പുറത്തേക്ക് പോകരുത്. രേവതി, നീയും കൂടെ എന്നെ ഇട്ടിട്ട് പോയാല് ഞാൻ ഒറ്റയ്ക്കായി പോവേ. അത് നീ ഓർത്തോണേ. ഈ പറയുന്ന എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. എന്റെ പൊന്നു രേവതി, നിന്റെ ഉറക്കമൊക്കെ ഞാൻ ഇപ്പൊ മാറ്റി തരാലോ. ഞാനൊരു പാട്ട് പാടാം. അയ്യോ, വേണ്ട 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 വേണ്ട, പാട്ടോ വേണ്ട. ഞാൻ പാടും, എനിക്ക് പാടണം. പാടണ്ട, വേണ്ട, പാടണ്ട. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി, ഒരു മധുരക്കിനവിൻ ലഹരിയിലെങ്ങോ കുടമുല്ല പൂവിരിഞ്ഞു, ആ പാട്ടൊക്കെ പാടുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് എന്റെ പൊന്നു സച്ചേട്ടാ നിർത്ത്. അച്ഛനെങ്ങാനും ഇപ്പൊ ഇറങ്ങി വന്നാ ഉണ്ടല്ലോ പ്രശ്നമാവേ. എന്റെ പൊന്നു, അവർക്ക് കിടന്നുറങ്ങണ്ടേ. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ സുധിയും ശ്രീകാന്തും കൂടെ തുടങ്ങി കേട്ടോ നമ്മുടെ സച്ചിയുടെ കൂടെ പാട്ട്. അവർ ഓഫ് ആയെങ്കിലും പാട്ട് കേട്ടപ്പോഴത്തേക്ക് ഓണായേ. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, എന്റെ പൊന്നു സച്ചേട്ടാ മിണ്ടാതിരിക്കും, മറ്റുള്ളവർ കിടന്ന് ഉറങ്ങിക്കോട്ടെ, അവരുടെ ഉറക്കം കളയാതെ സച്ചേട്ടൻ പാടരുത് പ്ലീസ്. സച്ചേട്ടൻ എന്നോട് സ്നേഹമുണ്ടേ പാടരുത്. അയ്യോ, നിന്നോട് സ്നേഹമില്ലാതിരിക്കുമോ? എനിക്ക് സ്നേഹമുണ്ട്, ഞാൻ പാടില്ല, ഒരിക്കലും ഞാൻ പാടില്ല എന്ന്. ഏതായാലും ഈ സമയത്ത് പിറ്റ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞ ശ്രുതിനെയാണ്. ശ്രുതി ആണെങ്കിൽ ആകെപ്പാടെ വേവലാതിപ്പെട്ട് നിൽക്കുകയാണ്. സച്ചിയുടെ ഫോണ് കിട്ടിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ ശ്രുതി ഇപ്പൊ എല്ലാവരും ഉറങ്ങിക്കാണും, എന്നാ പിന്നെ ഞാനേ പോയി ഫോൺ എടുക്കാന്നും പറഞ്ഞ് നേരെ വെളിയിൽ വന്നപ്പോഴത്തേക്കും സച്ചി രേവതിയും അവിടെ ഉണ്ട്. അപ്പോഴത്തേക്ക് ശ്രുതി, ഇവരെന്താ ഇനി ഉറങ്ങാത്തത്? ഇവർക്ക് രണ്ടുപേർക്കും എന്താ പ്രാന്തോ? ഇതെന്താ ഇവര് രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നത്? മനുഷ്യനെ വട്ടുപിടിപ്പിക്കാനായിട്ട്. അവരുറങ്ങട്ടെ, എന്നിട്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അകത്തേക്ക് കയറിപ്പോയി. ഈ ഒരു സമയത്ത് നമ്മുടെ രേവതി സച്ചിയോട് പറയാണ്, ഉറക്ക പാട്ട് പാടേണ്ടതേ പറഞ്ഞോളൂ, സംസാരിച്ചോ. അത് പിന്നെ രേവതി മോളെ, സച്ചിയുടെ അവസ്ഥ നിനക്കറിയാലോ. എനിക്കറിയില്ല, ആരുടെ അവസ്ഥ എനിക്കറിയില്ല. അതെ, ഞാനേ കുടിച്ചത് നിന്നെ ഓർത്തിട്ടാ ഞാൻ കുടിച്ചത്. ഓ, എന്നെ ഓർത്തിട്ടോ? ഇനിയിപ്പൊ എന്റെ തലയെ കൊണ്ടുവിട്. അതെ, ഞാൻ ബിസിനസ്സുകാരനാണ്, മുതലാളിയാണെന്നൊക്കെ ഇവൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ സുധി. പക്ഷെ പാവം, അവന് ഇതുവരെ ബിസിനസ്സുകാരനോ മുതലാളിയോ ഒന്നും ആയിട്ടില്ല. ഇനി അവനാകും, അതുറപ്പുള്ള കാര്യമാ രേവതി. നമ്മൾ ഇനി വേഷം കെട്ടിപ്പോയത് കൊണ്ട് ഇവന് ഇന്ന് ഡീലർഷിപ്പ് കിട്ടിയില്ലേ, എനിക്ക് സന്തോഷമായി, സമാധാനമായി. ഇവൻ നന്നായി കാണണം എനിക്ക്. ഇവനെ എന്റെ ചേട്ടനല്ലേ. എടാ സുധി, നീ എന്റെ ചേട്ടനാടാ, നീ നന്നാവൂടാ മോനെ ചക്കരേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി ചെന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുന്നു. എന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ പാവം നമ്മുടെ സച്ചി. ഈ സമയത്താണ് രേവതി ചോദിച്ചു, അപ്പൊ എന്നെ ഓർത്തിട്ടാ കുടിച്ചെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, ഇപ്പം കുടിച്ചിരിക്കുന്നത് സുധീനെ കുറിച്ച് ഓർത്തിട്ടാണെന്ന്. അത് പിന്നെ രേവതി, നിന്നെ കുറിച്ചും ഉണ്ടടാ. കാരണം വേറൊന്നും കൊണ്ടുമല്ല, നീയേ വിവാഹ മണ്ഡപത്തില് അണിഞ്ഞൊരുങ്ങുന്നപ്പോ ഇവൻ നിന്നെ ഇട്ടിട്ട് പോയില്ലേ. എന്നിട്ട് നിനക്ക് എന്താ, നീ ഇപ്പൊ എന്താ ചെയ്യുന്നത്? നീ ഇപ്പം ഇവർക്ക് വേണ്ടി വേഷം കെട്ടാൻ നിന്നില്ലേ? നീ എന്റെ തങ്കക്കൂടെ വാടി, നീ എനിക്ക് പൊന്നാടി, പൊന്നുപോലൊരു ഭാര്യയാടി എനിക്ക് കിട്ടിയത്. പൂവാടി നീ എന്റെ പൂവ്. ആ സന്തോഷത്തിനും കൂടിയാ സച്ചി കുടിച്ചത്. ഓ, കുടിക്കാനുള്ള ഓരോരോ കാരണങ്ങളെ ഇഷ്ടായി. ഓ, നന്നായിട്ട് ഇഷ്ടായി. എനിക്കും ഗോൾഡ് പോലൊരു ഭർത്താവിനെയാ കിട്ടിയത്. അപ്പൊ ആ സന്തോഷത്തിന് നിനക്കും കുടിക്കായിരുന്നില്ലേ? കുടിക്കാനോ? അല്ല, ഈ സച്ചേട്ടയുടെ ഒരു വാക്ക് പറയായിരുന്നെങ്കിൽ 2 പെഗ് നിനക്ക് തരത്തില്ലായിരുന്നോ? എന്താ പറഞ്ഞത്? എനിക്ക് പെഗ് കുടിച്ചു തരുന്നോ?
മിണ്ടാതെ അവിടെ ഇരുന്നോണം. നിങ്ങൾ കുടിച്ചത് പോരാഞ്ഞിട്ട് ഇനി എന്നെയും കൂടെ കുടിപ്പിക്കണം അല്ലെ? അത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ രേവതി, നീ കുടിക്കൂലെന്ന് എനിക്ക് അറിയാലോ. നീ എന്റെ പൊന്നല്ലേ, ചക്കരയല്ലേ. നീ വന്നേ രേവതി മോളെ എന്നൊക്കെ വിളിച്ചപ്പോഴത്തേക്ക് രേവതി നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? മോളെ രേവതി, എനിക്ക് സങ്കടം വരുന്നു, സന്തോഷം വരുന്നു. അതെ, നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാ, എന്ത് രസമാ. അതെ, നിങ്ങൾക്ക് ബോധമില്ലാത്തോണ്ട് തോന്നുന്നതാ. ബോധമില്ലാത്തോണ്ടൊന്നുമല്ല, നീ സുന്ദരിയാ, എന്റെ സുട്ടമണിയാ നീ. അവിടെ എത്ര പേര് വേഷം കെട്ടി വന്നു. എന്നിട്ടോ പണക്കാരിയായ പാർലറെടുത്തി വർഷ ഒക്കെ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ടേ നിന്റെ മുഖത്തായിരുന്നു എല്ലാവരും നോക്കിയത്. എന്റെ രേവതിയുടെ മുഖമല്ലേ തെളിഞ്ഞു നിന്നത്. അവരൊക്കെ നിന്റെ അഴകിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. സത്യമാ, നീ സുന്ദരിയായിരുന്നു, അടിപൊളിയായിരുന്നു. ആ പർപ്പിൾ കളറുള്ള സാരി ഉണ്ടല്ലോ, നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. എന്ത് ചന്തവാടി നിന്നെ കാണാനായിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് മിണ്ടാതിരുന്ന് ഉറങ്ങട അവിടെ എന്നും പറഞ്ഞിട്ട് ഒന്ന് എണീറ്റിട്ട് അങ്ങ് അതേപടി കിടക്കാണ് കേട്ടോ. അപ്പൊ സച്ചി വന്ന് രണ്ടെണ്ണത്തിന്റെ കിടത്തം നോക്കിക്കേ. എനിക്ക് കണ്ടിട്ട് ചിരി വരുന്നു. ഒരു കപ്പാസിറ്റി ഇല്ലെന്നേ. സാരമില്ല മക്കളെ, സാരമില്ല മക്കളെ, പതിയെ പതിയെ എല്ലാം ശരിയായിക്കോളും. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതായത് വിഷമത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് സച്ചി, എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത്? എന്താ പറ്റിയത് നിനക്ക്? സത്യമായിട്ടും എന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു സച്ചേട്ടാ. അതായിരുന്നോ ഭംഗി ഉണ്ടായിരുന്നോ? ഭംഗി എന്ന് പറഞ്ഞ അതൊക്കെയല്ലേ ഭംഗി. അപ്പ മാത്രമല്ല, നിന്നെ കാണാൻ എപ്പോഴും ഭംഗിയാ. നീ സുന്ദരി കുട്ടിയല്ലേ എന്റെ. അടിപൊളിയല്ലേ നിന്നെ കാണാൻ എന്നൊക്കെ പറഞ്ഞ് കൈ വെച്ചൊരു ഫോട്ടോ ഒക്കെ എടുക്കാണ് കേട്ടോ. ഈ സമയത്ത് വീണ്ടും നമ്മുടെ ശ്രുതി വരുവോ ഫോൺ എടുക്കാനായിട്ട്. അവിടെ നിന്ന് സച്ചി രേവതി ഉറങ്ങിയിട്ട് ഇന്ന് മിക്കവാറും നമ്മുടെ ശ്രുതിക്ക് ഫോൺ കിട്ടിയത് തന്നെ. ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഉറക്കമില്ലെന്നും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി പറയുക, സച്ചേട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, സുന്ദരനാ, സുഗുണനാ, സൽസ്വഭാവിയാ. ഇതിനു മുന്നേ കോട്ടും സൂട്ടും ഇട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇത് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിലങ്ങ് ഡെയിലി നടന്നാലോ? ഡെയിലി ഇതിൽ നടക്കാനോ? അതെ, എനിക്ക് സത്യം പറഞ്ഞാലേ ഈ സിനിമയിലൊക്കെ വരുന്ന ഹീറോ ഇല്ലേ, അതുപോലെ തോന്നി. സത്യമായിട്ട് നിനക്ക് അങ്ങനെ തോന്നി? സത്യമായിട്ടും തോന്നിന്നേ. അപ്പൊ ഞാൻ സുന്ദരനാണ്, പിന്നല്ലാതെ. ഇന്ന് ഫംഗ്ഷനിൽ വന്ന എല്ലാവരുമേ സച്ചേട്ടനെ നോക്കിക്കൊണ്ടിരുന്നത്. എല്ലാവരുടെയും കണ്ണ് സച്ചേട്ടനായിരുന്നു. കണ്ണ് കിട്ടാതിരിക്കണം. അവിടുന്ന്. എന്റെ പൊന്നു രേവതി, എനിക്ക് നാണം വരുന്നുണ്ടേ. എന്തിനാ നാണിക്കുന്നത്? സത്യമല്ലേ പറഞ്ഞത്. ഏതായാലും നമുക്ക് രേവതി ഇങ്ങനെ കണ്ണി നോക്കിയിരുന്നാലോ? അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ ബോധം പതുക്കെ വന്നു കേട്ടോ. എടാ ശ്രീകാന്ത്, ഞാന് ബിസിനസ്സുകാരൻ. ഞാനിപ്പം വലിയ മുതലാളിയാകും. അതുകൊണ്ട് എല്ലാവരും മിണ്ടാതെ കിടന്നുറങ്ങടാ എന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് അലറിയിട്ട് വീണ്ടും ഓഫായി പോയിട്ടോ. ഈ സമയത്ത് നമ്മുടെ രേവതിയോട് സച്ചു പറയാണ്, അതെ, ആ ശ്രുതിയുടെ ഫ്രണ്ടില്ലേ മീര, അവൾ എന്നെ ചുറ്റിപ്പറ്റി നടന്നിരുന്നു. അവൾ എപ്പോഴും എന്റെ പുറകെയാ. നിങ്ങളുടെ പുറകെയോ? നിങ്ങൾ അവളെ നോക്കുന്നത് കൊണ്ടല്ലേ അവള് നിങ്ങളെ നോക്കുന്നതായിട്ട് തോന്നുന്നത്? അത് പിന്നെ അമ്പള കൊള്ള എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് രേവതി രണ്ട് അടിയൊക്കെ കൊടുക്കാണ് കേട്ടോ. തനി പെണ്ണ് വെളിയിൽ വന്നേ. സച്ചേട്ടൻ കൂടുതലൊന്നും പറയണ്ട, ഞാൻ പോവാ, എനിക്ക് പോയി കിടക്കണം. അയ്യോ പോവല്ലേ മോളെ, നിക്ക് മോളെ. സച്ചേട്ടന് ഉറക്കം വരുന്നില്ല, മോൾ ഇവിടെ ഇരിക്കാം. എന്റെ പൊന്നും സച്ചേട്ടൻ സമയം എത്രയാണെന്ന് അറിയാം. എനിക്ക് നാളെ രാവിലെ എണീക്കണം, പൂ കെട്ടണം, പോണം. അത് എത്രയെങ്കിലും ആവട്ടെ, അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. സമയം അങ്ങനെയല്ലേ, നിനക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇനിയിപ്പം വെറും 5 മണിക്കൂർ, അതല്ലേ? അത് നീ എന്റെ കൂടെ ഇരിക്കുക. 5 നിമിഷം പോകുന്നപോലെ അതങ്ങ് പൊക്കോളും. നമുക്ക് ആദ്യം ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കാന്നേ. ചുമ്മാ ഒരു രസമല്ലേ? രസമാ, നല്ല രസമാ, ഭയങ്കര രസം. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. എനിക്ക് രാവിലെ പൂ കെട്ടാൻ പോണം, പൂ വിൽക്കാൻ പോണം. അതൊക്കെ പിന്നെ അല്ലേ രേവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക രേവതിനെ പിടിച്ച്. ഈ സമയത്താണെങ്കിലോ ശ്രുതി വന്ന ഇടയ്ക്ക് മുട്ടിനും ഒക്കെ നോക്കുക. എന്ത് ചെയ്താ സച്ചി ഉറങ്ങുന്നില്ല, രേവതി ഉറങ്ങുന്നില്ല, ശ്രുതിയുടെ പ്ലാൻ ഇട്ട് നടക്കുന്നുമില്ല. അങ്ങനെ ശ്രുതി മനസ്സിൽ വിചാരിക്കുക, ഇനിയിപ്പൊ അവർ ഉറങ്ങുന്നു തോന്നുന്നില്ല, ഉറക്കം ഉളച്ച് ഇരുന്നിട്ട് കാര്യമില്ല. നാളെ രാവിലെ എങ്ങനെയെങ്കിലും ഫോൺ എടുക്കാം. നാളെ രാവിലെ ശ്രുതിയുടെ പോക്കറ്റിൽ തന്നെ ഫോൺ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു എന്റെ ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി കിടക്കാൻ പോയി. നേരം പരപരാ വെളുക്കുന്ന പിന്നെ കാണിക്കുന്നതാ. പരപരാ വെളുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുവാണ് കേട്ടോ. മക്കളെ കുറിച്ച് ഓർത്തിട്ട് സമാധാനം കാണത്തില്ലേ? പോത്ത് വളരുന്ന പോലെ 3 വളർന്നിട്ട് കള്ളും കുടിച്ചിട്ടാണല്ലോ കയറി വന്നത്. അപ്പൊ അതിന്റെ വിഷമമായിരിക്കും. ഈ സമയത്താണ് നമ്മുടെ ശ്രുതി ഫോൺ എടുക്കണമല്ലോ രാവിലെ. അതുകൊണ്ട് നേരത്തെ തന്നെ എണീറ്റ് ഇറങ്ങി വരിക. ഇറങ്ങി വരുമ്പോഴത്തേക്കും
നമ്മുടെ രവീന്ദ്രൻ അവിടെ നിപ്പുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ രേവതിനെ കാണിക്കും. അപ്പൊ രേവതി നോക്കുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതി വന്നു. രേവതി വന്നിട്ട് അച്ഛ അച്ഛൻ എന്താ ഇവിടെ നിൽക്കുന്നത്? അച്ഛൻ നടക്കാൻ പോകുന്നില്ലേ? പോണം മോളെ പോണം. അല്ല, നമുക്ക് വാതിൽ തുറന്നാലോ നേരം വെളുത്തില്ലേ? അവര് പുറത്ത് തന്നെ കിടക്കല്ലേ? ആരെങ്കിലും കണ്ടാല് തുറക്ക്, നീ ചെന്ന് തുറന്നു കൊടുക്ക എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി ചെന്ന് വാതിൽ തുറക്കാനായിട്ടുള്ളൂ. മൂന്നും എണീറ്റിട്ടില്ല. മൂന്നും പോത്ത് പോലെ തന്നെ കിടന്നുറങ്ങുക. വാതിൽ തുറന്നു വന്നു നോക്കിപ്പം നമ്മുടെ രവീന്ദ്രനും ഉണ്ടായിരുന്നു. രവീന്ദ്രനാണ് കൈയൊക്കെ ഇങ്ങനെ താടിക്ക് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തൊരു സുന്ദരമായ ഉറക്കം, അടിപൊളി ഉറക്കമായി. ഇതുവരെ എണീറ്റില്ല. കോട്ടും സൂട്ടും ഒക്കെ ഇട്ടാണ് ഉറങ്ങുന്നത്. അങ്ങനെ രവീന്ദ്രൻ നോക്കി ഇങ്ങനെ തലയൊന്ന് കുലുക്കുക കേട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിയും വരുന്നുണ്ട്. ശ്രുതി വന്നപ്പോഴത്തേക്ക് ഇവരെല്ലാരും കിടന്ന് ഉറങ്ങുക. ശ്രുതിക്ക് ഫോണാട്ടോ ലക്ഷ്യം. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എണീക്കടാ, 3 പേരും എണീറ്റേ, ഇത് എന്തൊരു ഉറക്കമാ. ഇതാര്? അച്ഛനോ? ഇതെവിടെയോ? ഞങ്ങള് ഇവിടെയോ? ഇതെന്താ പറ്റിയത്? സുധിയുടെ എണീറ്റ്, സച്ചിട്ട് എനിക്ക് സച്ചിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പോടാ ദേ അച്ഛൻ എന്നും പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, എടാ നിന്റെ അച്ഛനാടാ, നീ എണീക്കടാ. അപ്പോഴത്തേക്കും സച്ചി പതുക്കെ എണീറ്റു കേട്ടോ. അപ്പൊ നമ്മുടെ സുധി ആണെങ്കിൽ എണീക്കുന്നില്ല. സുധി ബോധം കേട്ടോ ഉറങ്ങുക. സുധിയുടെ എണീക്ക് അച്ഛൻ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞിങ്ങനെ വെപ്രാളത്തോടെ പറഞ്ഞിങ്ങനെ വിളിച്ച് എണീപ്പിക്കാൻ നോക്കുകയാണ്. എവിടെ നിന്ന്? സുധി ഭയങ്കരമായിട്ട് ഉറക്കം. പോടാ മാറിപ്പോടാ, അച്ഛനാണേലും അപ്പനാണേലും എനിക്ക് കിടന്ന് ഉറങ്ങണം, നീ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി. ഈ സമയത്താണെങ്കിൽ ശ്രുതി പതുക്കെ ഇറങ്ങി വരിക കേട്ടോ. പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കണമല്ലോ, അതിനുവേണ്ടിയാണ് നമ്മുടെ ശ്രുതി ഇറങ്ങി വരുന്നത്. ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്ത് മാറി വിളിച്ചിട്ട് നമ്മുടെ സുധി എണീക്കുന്നില്ല. സുധി കിടക്കുകയാണ്. സുധി പറയും, ഇങ്ങനെ 5 മിനിറ്റ് കിടക്കട്ടെ, 10 മിനിറ്റ് കിടക്കട്ടെ എന്ന്. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മുടെ സുധിയുടെ ബോധം വന്നു. സുധിയുടെ ബോധം വന്നപ്പോ സുധി പെട്ടെന്ന് കണ്ണു തുറന്നു. ഇതെന്താ ഞാൻ ഇവിടെ? നമ്മളെ ഇന്നലെ ഇവിടെ ആയിരുന്നു, ഇവിടെയാ നമ്മള് കിടന്നത്. എന്റെ പൊന്നു സുധി നല്ല ശ്രീകാന്തെ, നീ പുറത്തു പോ, എന്റെ റൂമിൽ എന്തിനാ നീ വന്നത്? അപ്പോഴത്തേക്ക് പറയുന്നത്, റൂമിലോ? നമ്മളിപ്പോ കിടക്കുന്നത് തിണ്ണേല. അപ്പൊ നമ്മൾ ഇവിടെ തന്നെയല്ലേ ഇന്നലെ കിടന്നത്? ഞാൻ ഓർത്ത് സ്വപ്നമായിരിക്കുന്നു. അയ്യോ, അപ്പൊ ഞാൻ തിണ്ണയിലാണോ കിടന്നുറങ്ങിയത്? എന്റെ ഈശ്വര, ബിസിനസ്മാൻ മുതലാളി, ഞാൻ തിണ്ണയിൽ കിടന്നുറങ്ങേണ്ട അവസ്ഥയോ? എന്റെ ദൈവമേ, നീ എന്താ ചെയ്യുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറയും, ഇന്നലെ മൂക്കറ്റം കുടിച്ചിട്ട് വന്നതല്ലേ, നമ്മളെ ഓർമ്മ വരുന്നില്ലേ? ചെറുതായിട്ട് ഓർമ്മ കിട്ടുന്നുണ്ട്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ രവീന്ദ്രൻ അവിടെ നിന്നത്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് സുധി എണീറ്റിട്ട്, അത് പിന്നെ അച്ഛാ, ഇച്ചിരി കൂടിപ്പോയി അച്ഛാ, ക്ഷമിക്ക അച്ഛാ, ഇന്നലെ ഒരു നേരം എന്നൊക്കെ പറഞ്ഞ് പിച്ചും പേയൊക്കെ ഇങ്ങനെ പറയാ. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, അല്ല നീ വലിയ മുതലാളിയാണെന്നല്ലേ പറയാറ്? അങ്ങനെ ഒരാൾ ഇങ്ങനെ കുടിച്ച് തറയെ കിടക്കാമോ? അങ്ങനെ ആരെങ്കിലും ചെയ്യുവോ? അത് പിന്നെ അച്ഛനല്ലേ ഇവിടെ കിടത്തിയത്. ഒന്നുമില്ലെങ്കിലും ഞാൻ ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് മാഗ്നറ്റ് ആണെന്ന് അച്ഛൻ മറന്നുപോയി. ഇന്നലെ രാത്രിയോടുകൂടി എന്റെ റേഞ്ച് ഉയർന്നല്ലായിരുന്നോ? ഞാൻ കണ്ടു നിന്റെ റേഞ്ച് ഉയർന്നത്. അത് പിന്നെ അച്ഛൻ, ഞാൻ പഴയ സുധിയല്ല, വേറെ റേഞ്ചാ എനിക്കിപ്പം. അപ്പൊ സച്ചി പറഞ്ഞു, ഇവൻ ഇന്നലെ രാത്രി റേഞ്ചേ ഉണ്ടായിരുന്നില്ല. ഇവൻ കണ്ടില്ലേ ഇവിടെയാ കിടന്നത്. അപ്പൊ ചന്ദ്ര ഓടി, എന്റെ മോനെ സുധി മോനെ, അയ്യോ ഇന്നലെ രാത്രി അമ്മ ഒരുപോലെ കണ്ണടച്ചില്ല. അയ്യോ എന്ത് പറ്റി എന്റെ അമ്മയുടെ കണ്ണിന്? അല്ല, നീ ഇന്നലെ കിടന്ന് ഉറങ്ങി തണുത്തില്ലേ നിനക്ക്? അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, മാറി നിന്ന ചന്ദ്ര ഇങ്ങോട്ടേക്ക്. നീ ഒറ്റ ഇവനെ ലാളിച്ച് വഷളാക്കുന്നത്. അത് പിന്നെ ഇന്നലെ വന്ന അഭിലാഷ് സാറില്ലേ, സാറിന് കമ്പനി കൊടുക്കാൻ വേണ്ടി മാത്രം ഇച്ചിരി കുടിച്ചത്. അതെ അച്ഛാ, മനസ്സിലാക്ക്. ബിസിനസ് മീറ്റിംഗില് ഇതൊക്കെ സാധാരണയാണ് അച്ഛാ. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ രാത്രിയോടുകൂടി എന്റെ റേഞ്ച് കൂടി അച്ഛാ. പഴയ സുധിയല്ല, ഞാനിപ്പോ വളരെ ഉയരത്തിലാ. അച്ഛൻ കണ്ടോ, ബിസിനസ്സുകാരൊക്കെ ഈ ഡീലറിനെ കാണാൻ വേണ്ടി ഈ വീട്ടുമുറ്റത്ത് വന്ന് ക്യൂ നിൽക്കും. ബിസിനസ് മീറ്റിംഗ് ആയാലേ കുടിക്കണം, കമ്പനി കൂടണം എന്നൊക്കെ നിർബന്ധമുണ്ടോ? ഒരിക്കലും ഇല്ല. ഉയർന്ന റേഞ്ചിൽ എത്തണമെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. അതാദ്യം നീ മനസ്സിലാക്ക. എടാ, ഇതൊന്നും അത്രയ്ക്ക് ശരിയല്ല. നീ അപ്പം എവിടെയാ നിൽക്കുന്നത്? ഇപ്പം വലിയ റേഞ്ചിലൊന്നും അല്ലല്ലോ, താന്നല്ല നിൽക്കുന്നത്, റേഞ്ചിലേക്ക് വരുന്നതേ ഉള്ളൂ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, നീ വേറെ ഒന്നും ചെയ്യണ്ട. നീ നിലത്ത് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് നീ കുടിക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്യ. ദേ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇരിക്കുന്നുണ്ടല്ലേ 3 പേര്. അപ്പോഴത്തേക്ക് വർഷ വന്ന് പറഞ്ഞു, അതെ ഒരു കാര്യം പറയാനുണ്ട് അങ്കിളെ. ആദ്യം ആ ചെറിയവനിട്ട് കൊടുക്ക്. ചെറിയവൻ കണ്ടില്ലേ, അവൻ കാണിച്ചു വെച്ചേക്കുന്നത് കണ്ടില്ലേ? അവനെ ആദ്യം ശരിയാക്കാന്. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, കുടിക്കട്ടെ, എല്ലാരും കുടിക്കട്ടെ, ഇനി ഞാനും കൂടെ കുടിക്കാം, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ സുധി ആണെങ്കിൽ, അതെ നിങ്ങൾ എന്തായി പറയും, ഞാൻ സച്ചിനെ പോലെ ഡെയിലി കുടിക്കുന്നതല്ലല്ലോ. പിന്നെ ഡെയിലി
ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ എല്ലാരും കാണൊക്കെ കുടിക്കും, ഇവരെല്ലാരും അറിയാതെ കുടിക്കും. ദേ ഇന്നലെ രാത്രി എന്നെക്കാൾ കുടിച്ചത് ഇവന്മാര് രണ്ടുപേരും. അപ്പൊ ശ്രീകാന്ത്, എന്റെ പൊന്നേട്ടാ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? അത് പിന്നെ അച്ഛാ ഞാൻ കുറച്ചേ കുടിച്ചുള്ളൂ. എന്താടാ കുറച്ചാക്കിയത്? കൂടുതൽ കുടിക്കത്തില്ലായിരുന്നോ? എന്താണെങ്കിലും ഈ ശീലം വേണ്ട. കുറച്ച് കുറച്ചായിട്ട് തുടങ്ങും, പിന്നെ കൂടി കൂടി വരും, പിന്നെ അതില്ലാതെ പറ്റാണ്ട് വരും, അതിന് ജീവിതം നശിക്കും, ഫാമിലി ഇല്ലാതാകും. അതുകൊണ്ട് ഇനി കുടിക്കണ്ട എന്ന് പറഞ്ഞത്. അപ്പൊ ചന്ദ്ര പറഞ്ഞു, അതിന് ഉദാഹരണമായിട്ട് ഇവിടെ ഒരുത്തനുണ്ടല്ലോ. ആ ദേ നിങ്ങളൊക്കെ കോളേജിൽ പഠിച്ച് ബിരുദം നേടി, ഇവൻ ബാറിൽ പോയി കുടിച്ച് ബിരുദം നേടി. അപ്പൊ രേവതി പറഞ്ഞു, പരിഹസിക്കണ്ട, ഇദ്ദേഹം അങ്ങനെ മുഴു കുടിയനൊന്നുമല്ല. ഇതിപ്പോ 3 പേരും കൂടെ ചേർന്നല്ലേ കുടിച്ചത്. എന്തിനാ ഇദ്ദേഹത്തെ മാത്രം കുറ്റപ്പെടുത്തുന്നത്? അതിന്റെ കാര്യമുണ്ടോ? ഓ ഞാൻ അവളെ ഒന്നും പറയുന്നില്ലേ, അവനെ ഒന്നും പറയുന്നില്ലേ. അവൻ കെട്ടുപോയ എനിക്കെന്താ? ഇവര് രണ്ടുപേരുവേ ഇവന്റെ കൂടെ കൂടിയിട്ടാ ഇന്നലെ കുടിച്ചത്. ഇവനാ കുടിപ്പിച്ചത്, അത് ഉറപ്പാ. ദേവി ചെയ്ത് ഇവരെ നശിപ്പിക്കരുന്ന് കെട്ടിയവനോടൊന്ന് പറയ. ഓ പിന്നെ ഇന്നലെ ഞാൻ കുടിക്കുന്നതിന് മുന്നേ ഇവര് രണ്ടുപേരും കുടിച്ചത്, എന്നിട്ട് ഇപ്പൊ ഞാൻ അത്ര കുറ്റം ചെയ്തത്. എന്റെ പൊന്നു തള്ളയൊന്നും മിണ്ടാതിരിക്കവിടെ. നീ തന്നെയാ കുടിപ്പിച്ചത്, നീ തന്നെയാ കുടിപ്പിച്ചത്. പിന്നെ ഇവളും കാണും കുടിപ്പിക്കാനായിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു, അതെ ഒരാൾക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ മറ്റൊരാൾ പറയുന്നതൊന്നും കേട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സെൽഫ് കൺട്രോൾ വേണം. ശ്രീകാന്ത് ആ കൂട്ടത്തിൽപ്പെട്ടവനാ, സെൽഫ് കൺട്രോൾ ഇല്ല. അത് പിന്നെ പക്ഷെ നീ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ കുറ്റപ്പെടുത്താനുള്ള പോയിന്റ്സ് ഇട്ട് കൊടുക്കാതെ. കൊടുക്കും 100 തവണ ഞാൻ ഇട്ട് കൊടുക്കും. അപ്പൊ നമ്മുടെ സുധി രവീന്ദ്രൻ എടുത്ത് നിന്നിട്ട്, ഇവരുടെ കാര്യമൊക്കെ വിടും, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ എന്ന് കരുതി ഈ ബിസിനസ് മാഗ്നറ്റ് ആയ എന്നെ എന്തിനാ ഇവരുടെ കൂടെ കിടത്തിയത്? അതെ ബുദ്ധി ഉറയ്ക്കാനായിട്ട്. നമ്മൾ പടി കയറി പോകുമ്പോഴേ നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം നമ്മളെ ശ്രദ്ധിക്കും. എപ്പോഴാ നമ്മള് കീഴെ വീഴുന്നതെന്ന് നോക്കാനായിട്ട്. കേറിക്കഴിഞ്ഞാലേ അതിലൊന്നോ രണ്ടോ പടി പിന്നോട്ട് വീണാ കുഴപ്പമില്ല. പക്ഷേ പടപടപടപടപടപടന്ന് താഴേക്ക് വീണ് കഴിഞ്ഞാലേ തീർന്ന്. പിന്നെ കേറി എത്താൻ ഒരുപാട് പാടുപെടും, കേറി പോകാൻ പറ്റത്തില്ല, അവിടെ തന്നെ കിടക്കും. പിന്നെ കേറാൻ പോയിട്ട് എണീക്കാൻ പോലും പറ്റാണ്ട് വരും. അതുകൊണ്ട് അതൊക്കെ നീ അറിയണം. അതുകൊണ്ടാണ് നിന്നെ ഇവിടെ കിടത്തിയത്. അങ്ങനെ നമ്മുടെ അച്ഛൻ എല്ലാവർക്കും താക്കീത് രവീന്ദ്രൻ കൊടുക്കാൻ, ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്, കയറി പൊക്കോളാൻ പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി രവീന്ദ്രനെ പോയി കെട്ടിപ്പിടിക്കാനുണ്ട്. എനിക്കറിയാം അല്ലെങ്കിൽ അച്ഛൻ വീട്ടിൽ കയറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ്. ബാക്കി എല്ലാവരും അകത്തേക്കൊക്കെ കയറി പോകുന്നു. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷവുമായിട്ട് എത്രയും പെട്ടെന്ന് വരാമേ. ലൈക്ക് അടിക്കാൻ മറക്കരുത്, എല്ലാവരും ഒരു ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനല്. പിന്നെ ഹൈപ്പ് എന്ന് പറയുന്ന പുതിയ ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ ടാറ്റ ബൈ ബൈ. നമ്മുടെ മഴത്തോരു മുമ്പേ നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുതിയ സീരിയലായ കാറ്റത്തെ കിളിക്കൂടെ റിയൽ സ്റ്റോറി ന്യൂ എന്ന് പറയുന്ന ഒരു ചാനലിൽ നമ്മൾ ഇടുന്നുണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ടെന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ടാറ്റ ബൈ ബൈ.